JC ജൂനിയർ എഴുതിയ മാന്ത്രിക നോവൽ അതീന്ദ്രിയം. അധ്യായം 1. തരിശു നിലത്തിലുള്ള നടുവിലുള്ള ചുവന്ന പൂഴിമണ്ണ് നിറഞ്ഞ റോഡിലേക്ക് ബസ് കടന്നപ്പോൾ മുതൽ അഞ്ജലി അസ്വസ്ഥയായി. ഗട്ടർ റോഡാണ്. പിന്നോട്ട് നോക്കിയാൽ ചുവന്ന പുക പോലെ തോന്നിക്കുന്ന പൊടിപടലങ്ങളല്ലാതെ ഒന്നും കാണാനില്ല. തരിശു നിലത്ത് കുറ്റിച്ചെടികൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അവ വിളറി മുരടിച്ചു നിന്നു. മുന്നോട്ട് പോകുന്തോറും ഇരുവശത്തെയും കുന്നുകൾ തിങ്ങി വന്നു. കുമ്മായം തേച്ച പോലെ ഇടയ്ക്ക് വെള്ളപ്പാടുകളുള്ള ഒറ്റപ്പെട്ട കരിമ്പാറകൾ കുന്നിൻ മുകളിൽ കാണാമായിരുന്നു. ഇടതുവശത്തെ കുന്നിൻ മുകളിൽ വളരെ പ്രായം ചെന്ന ഒരു വയസ്സൻ മരം ആകാശത്തേക്ക് ഉണങ്ങിയ ശാഖകൾ നീട്ടി നിൽക്കുന്നത് കാണായി. നിനക്കെന്ത് പറ്റി അഞ്ജലി? സീറ്റിലിരുന്ന് അവൾ ഞെളിപിരി കൊള്ളുന്നത് കണ്ട് പ്രമീള ചോദിച്ചു. എന്റെ കാലുകളിൽ കൂടി പാമ്പ് കയറുന്നത് പോലെ തോന്നുകയാ. വയറിലും നെഞ്ചിലും ചെറിയ തണുത്ത പാമ്പുകൾ. പ്രമീള പൊട്ടിച്ചിരിച്ചു. മറ്റു സീറ്റുകളിലുള്ളവർ അവരെ നോക്കി. ഭയങ്കര തമാശയാണെങ്കിൽ ഞങ്ങളോടും കൂടി പറയടോ, രഞ്ജിത്ത് പറഞ്ഞു. അഞ്ജുവിന്റെ ദേഹത്തെല്ലാം പാമ്പുകൾ, പ്രമീള പറഞ്ഞു. പാമ്പുകൾ അമർത്തിവെക്കപ്പെട്ട ലൈംഗികതയുടെ സിമ്പലാണെന്നാണ് ഫ്രോയിഡിന്റെ മതം. സ്കറിയ തോമസ് പരിഹസിച്ചു. അഞ്ജുവിനിപ്പോ അമർത്തിവെക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രമീള ചോദിച്ചു. അത് തന്നെയല്ലയോ ഞങ്ങൾ യുവാക്കന്മാർ കാലാകാലങ്ങളായി പെൺകുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓ രഞ്ജിത്തെ, ഞങ്ങളുടെ വായിന്ന് വല്ലതും കേക്കല്ലേ, പ്രമീള ചോദിച്ചു. അഞ്ജലി വിദൂരത്തിലേക്ക് എന്ന വണ്ണം നോക്കി. ഈ കുന്നുകൾ ഇടുങ്ങി ഇടുങ്ങി വന്ന് നമ്മളെ ഞെരുക്കുന്നത് പോലെ തോന്നും. അതൊരു തിരിവാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല തുറസായ സ്ഥലം, അവൾ പതുക്കെ പറഞ്ഞു. നിനക്കെങ്ങനെ അറിയാം അത്? നീ ഇവിടെ ആദ്യം വരികയല്ലേ? അഞ്ജലി മിണ്ടിയില്ല. അവൾ പറഞ്ഞത് സത്യമായിരുന്നു. ഇടുങ്ങിയ മലകളിൽ നിന്ന് ഭൂമി പൊടുന്നനെ സ്വതന്ത്രമാക്കപ്പെട്ടു. തുറസായ സ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ. ഒരു പാലം കടന്നിട്ട് വേണം നമുക്ക് പോകാൻ. അതിനപ്പുറത്ത് വയസ്സൻ ആൽമരം. നാഗദേവതകളെ പൂജിക്കാൻ വേണ്ടിയുള്ള ഏതാനും കല്ലുകളും. അഞ്ജലി പ്രവചിച്ചു. പാലം കടക്കുമ്പോൾ പ്രമീള പറഞ്ഞു. നീ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് തീർച്ചയാ. പ്രമീളയുടെ മുഖത്ത് ആശ്ചര്യമായിരുന്നു. നിനക്കൊന്ന് പറയാമോ വണ്ടി നിർത്താൻ? അഞ്ജലി ചോദിച്ചു. എന്തിന്? നമുക്ക് തിരിച്ചു പോകാം. നീ എന്ത് ഭ്രാന്താ പെണ്ണെ ഇപ്പറയുന്നേ? അഞ്ജലി എഴുന്നേറ്റു. ബസ് നിർത്ത്, അവൾ മുൻവശത്തേക്ക് വിളിച്ചു പറഞ്ഞു. പലരും തിരിഞ്ഞു നോക്കി. അധ്യാപിക മീര നായർ എന്തോ ചോദിച്ചു. പത്മനാഭൻ സാറ് എഴുന്നേറ്റ് നിന്നു. ബസ് നിർത്താൻ അഞ്ജലി ചീറി. എന്താ പ്രശ്നം? എന്തു പറ്റി? ആകെ ഒരു സ്തംഭനാവസ്ഥ. അഞ്ജലി ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് നടക്കുകയാണ്. കറുത്ത സർപ്പം ഭണം വിടർത്തിയതുപോലെ അവളുടെ മുടി വിരിഞ്ഞുലർന്നു. ഡ്രൈവറുടെ അരികിലെത്തും മുമ്പേ അവൾ കുഴഞ്ഞു വീണു. ബസ് നിന്നു. സഹപാഠികളെ അവളെ താങ്ങി സീറ്റിൽ കിടത്തി. ആരോ തണുത്ത ജലം മുഖത്ത് കുടഞ്ഞു. അഞ്ജലി കണ്ണു തുറന്നു. സ്ഥലകാലബോധമില്ലാത്തതുപോലെ അവൾ ഓരോരുത്തരെയും പകച്ചു നോക്കി. നിനക്കെന്ത് പറ്റി അഞ്ജലി? പത്മനാഭൻ സാർ ചോദിച്ചു. ഒന്നുമില്ലെന്ന് അവൾ തലയാട്ടി. പരിഭ്രമം പെട്ടെന്ന് കെട്ടടങ്ങി. ഏറ്റവും ഉത്കണ്ഠ ആനന്ദിനായിരുന്നു. ആനന്ദും അഞ്ജലിയും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. പ്രേമമാണെന്ന് സഹപാഠികൾ കളിയാക്കുമെങ്കിലും രണ്ടുപേരും അത് അംഗീകരിക്കുകയില്ല. ബസ് പിന്നെയും നീങ്ങി. ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുടെ സ്റ്റഡി ടൂറാണ് അത്. ഒരു മിനി ബസ്സിലാണ് യാത്ര. ഇടയ്ക്ക് വീഡിയോ ചിത്രങ്ങൾ കണ്ടും സംഘഗാനങ്ങൾ ആലപിച്ചും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ഇതുവരെ യാത്ര രസകരമായി പോന്നു. തനിക്കെന്ത് പറ്റിയടോ? ആനന്ദ് അരികിലിരുന്ന് സ്നേഹപൂർവ്വം ചോദിച്ചു. നമുക്ക് തിരിച്ചു പോകാം ആനന്ദ്, അവരോട് പറയൂ, അഞ്ജലി തളർന്ന സ്വരത്തിൽ പറഞ്ഞു. തനിക്കെന്താ അങ്ങനെ തോന്നാൻ? ഒരു പ്രിമോണിഷൻ പോലെ. വല്ല അത്യാഹിതമുണ്ടാകുമെന്നാണോ? അങ്ങനെയല്ല. ബസ് ഗട്ടറിൽ ചാടി ഒരു വശത്തേക്ക് ചരിഞ്ഞു. നിരങ്ങി വീഴാൻ പോയ അഞ്ജലിയെ ആനന്ദ് താങ്ങി. ഒരു നിമിഷത്തേക്ക് അതൊരു ആലിംഗനം പോലെയായിരുന്നു. പിന്നെ എന്താ കുഴപ്പം? പിടിവിട്ടിട്ട് ആനന്ദ് ചോദിച്ചു. ആരോ രഹസ്യമായി എന്നെ നിരീക്ഷിക്കുന്നത് പോലെ തോന്നി. മൂർച്ചയുള്ള ക്രൂരമായ ഭയപ്പെടുത്തുന്ന ഒരു നോട്ടം കുറെ നേരമായി എന്റെ മേൽ വീഴുന്നുണ്ടായിരുന്നെന്ന് തീർച്ച. ആനന്ദ് പതുക്കെ ചിരിച്ചു. മനസ്സിന്റെ വിഭ്രാന്തിയാണത്. ഹാലൂസിനേഷൻ എന്നൊക്കെ പറയാറില്ലേ? അല്ല ആനന്ദ്, ഞാനത് ശരിക്കും അറിഞ്ഞു. ഒരുപാട് ദൂരെയുള്ള ഒരു നിശ്ചിത പോയിന്റിൽ നിന്നും ഒരു നീലരശ്മി പോലെയാണ് അത് എന്റെ നേർക്ക് വന്നുകൊണ്ടിരുന്നത്. യെസ്, ഇപ്പോൾ ശരിക്കും തെളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയാം. ഒരു ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വെളിച്ചം പോലെയായിരുന്നു അത്. ആദ്യം അത് എന്തോ കണ്ടെത്താൻ വേണ്ടി പരിധി നീങ്ങുകയായിരുന്നു. പൊടുന്നനെ എന്റെ മേൽ വീണു. പിന്നെ അത് ചലിച്ചു. അങ്ങനെ തന്നെ നിന്നു.
അഞ്ജലി ഇങ്ങനെയൊന്നും സംസാരിക്കാറുള്ളതല്ലെന്ന് ആനന്ദിനറിയാം. നല്ല പ്രസരിപ്പും തന്റേടവും ഉള്ളവളാണ്. അന്ധവിശ്വാസങ്ങൾക്കോ കെട്ടുകഥകൾക്കോ അവളെ കീഴ്പ്പെടുത്താൻ കഴിയുകയുമില്ല. ഇത് വളരെ വിചിത്രമായി തോന്നുന്നു. താൻ ഉറങ്ങിയില്ലല്ലോ? ഉവ്വോ, ഞാൻ പ്രമീളയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അഞ്ജലിയുടെ ക്ഷീണം വിട്ടകന്നത് പോലെയായി. കേട്ടുകൊണ്ട് അരികിലിരുന്ന പത്മനാഭൻ സാർ എഴുന്നേറ്റ് പോയി. ഒരു രഹസ്യം കൂടി പറയട്ടെ ആനന്ദ്, എനിക്കിവിടം നല്ല പരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഓരോ തിരിവിലും എന്തൊക്കെയാണുള്ളതെന്ന് എനിക്കറിയാം. ഓരോ വീടുകളിലും മറ്റു കെട്ടിടങ്ങളും എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നല്ല നിശ്ചയമുണ്ടെനിക്ക്. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്കങ്ങനെയാണ്, നല്ല പരിചയം തോന്നും. ഇതിനോട് സാമ്യമുള്ള പ്രദേശങ്ങൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല ആനന്ദ്. പ്രമീളയെ വിളിച്ചു ചോദിക്കൂ. 2 കാര്യങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു. രണ്ടും ശരിയായി വന്നു. മലയിടുക്കിന്റെ സ്ഥാനവും നമ്മൾ കടന്നു പോന്ന പാലത്തിന്റെ സ്ഥാനവും. താൻ ഇതിനു മുമ്പ് ഈ വഴി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെയൊരു യാത്രയെക്കുറിച്ച് ഓർമ്മയില്ല താനും. ഏതായാലും ഇവിടെയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തീർച്ച. വളരെ പഴക്കമുള്ള ഓർമ്മയായിട്ടാണോ അതോ ഈ അടുത്ത കാലത്ത്? വളരെ പഴയ ഓർമ്മ പോലെ. ചില സ്ഥലങ്ങൾക്ക് മാറ്റം കാണാനുണ്ട്. വൃക്ഷങ്ങളാണെങ്കിൽ പഴയത് ഒന്നും തന്നെയില്ല. വഴികൾക്ക് മാറ്റമുണ്ട്. കൃഷിഭൂമികൾ മാറിപ്പോയി. കുറ്റിക്കാടുകളും മറ്റും തെളിഞ്ഞിരിക്കുന്നു. ഇയാളുടെ കൊച്ചുനാളിൽ ഒരുപക്ഷെ അച്ഛനമ്മമാരോടൊപ്പം ഇതുവഴി വന്നിട്ടുണ്ടാവും. യാത്രയെക്കുറിച്ചുള്ള ഓർമ്മ മാഞ്ഞുപോയി. എന്നാൽ സ്ഥലങ്ങൾ വീണ്ടും കണ്ടപ്പോൾ അവ്യക്തമായിട്ട് ഓർമ്മ പൊന്തുകയും ചെയ്തു. ആ വിശദീകരണം അവൾക്ക് സ്വീകാര്യമായെന്ന് തോന്നി. റോഡിനു മുകളിൽ പുൽത്തകടിയിൽ ഒരു കറുത്ത കുതിര ബസ് കടന്നു പോകുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും അതിനെ കൗതുകത്തോടെ നോക്കി. അത് എന്നെ സൂക്ഷിച്ചു നോക്കി. അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായിരുന്നു നോട്ടം. ആനന്ദ് തെല്ലുറക്കെ ചിരിച്ചു. തനിക്ക് ഇവിടെയെല്ലാം പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അടുത്ത വളവ് തിരിയുമ്പോൾ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? ഒരു തകർന്ന കെട്ടിടം. അതിനു ചുറ്റും കുറ്റിക്കാടുണ്ട്. ഒരു വശത്ത് ചതുപ്പ് നിലമാണ്. ബസ് വളവ് തിരിഞ്ഞു. ഒന്നും കണ്ടില്ല അവൾ. കുറ്റിക്കാടുണ്ടെന്നും ചതുപ്പ് നിലമാണെന്നും പറഞ്ഞിടത്ത് കരിമ്പ് കൃഷി ചെയ്തിരിക്കുകയായിരുന്നു. കെട്ടിടമെന്നല്ല, പൊളിഞ്ഞ തറ പോലും കാണാൻ പറ്റിയുമില്ല. കൃഷിക്കാർ ജോലി കഴിഞ്ഞ് ഓരോ വഴികളിലൂടെ നടന്നു പോകുന്നത് കാണാമായിരുന്നു. റോഡരികിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും നോക്കുന്നുണ്ടായിരുന്നു. നിർദ്ദിഷ്ട സ്ഥലത്ത് ബസ് നിന്നു. ഒരു സ്കൂൾ ഗ്രൗണ്ടായിരുന്നു അത്. ഫലസമൃദ്ധമായ കൃഷിയിടങ്ങളായിരുന്നു ചുറ്റും. അവയ്ക്കിടയിൽ നല്ല വീടുകളും കാണപ്പെട്ടു. പത്മനാഭൻ സാറും മീരാ നായരും കൂടി സ്കൂൾ അധികൃതരെ കണ്ട് സംസാരിക്കാനായി പോയി. ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. ബസ് ചുവന്ന പൊടി കൊണ്ട് മൂടിയിരുന്നു. വിൻഡോ സൈഡിലെ സീറ്റുകളിൽ ഇരുന്നവരുടെ മുടിക്ക് ചുവപ്പ് നിറമായിരുന്നു. പലരുടെയും വസ്ത്രങ്ങളും പൊടി പുരണ്ട് വൃത്തികേടായി. സഹപാഠികൾ പരസ്പരം പൊടി തട്ടി സഹായിച്ചു. എല്ലാവരും ക്ഷീണിതരായിരുന്നു. സാബു വർഗീസും ഗോപിയും ബസിന്റെ ബോഡിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് എന്തൊക്കെയോ ധൃതിയിൽ എഴുതി. ശാന്തമായ പ്രദേശമായിരുന്നു അത്. ദൂരെ 2 മലകൾക്കിടയിൽ സായാഹ്ന സൂര്യൻ ചുവന്നു തിളങ്ങി നിന്നു. പത്മനാഭൻ സാറും മീരാ നായരും തിരിച്ചു വന്നു. ഇന്ന് ഈ സ്കൂളിലാണ് ക്യാമ്പ്. എല്ലാം ഓക്കെയാണ്. സ്കൂൾ മാനേജ്മെന്റിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. കോവിലകം വക സ്കൂളാണതെന്ന് പത്മനാഭൻ സാർ പറഞ്ഞു. പഴയ രീതിയിൽ പണിത നീണ്ട ഷെഡുകൾ, കുമ്മായമടർന്ന ചുവരുകളും ദ്രവിച്ച വാതിലുകളും ഓടുമേഞ്ഞിരിക്കുകയാണ്. ഗ്രൗണ്ടിന്റെ വടക്കേ അറ്റത്ത് ഒരു മതിൽക്കെട്ടുണ്ട്. അതിനുള്ളിൽ ഒരു ചെറിയ ക്ഷേത്രം. ക്ഷേത്രത്തിന് പിന്നിൽ വളരെ പഴയ രീതിയിൽ പണി കഴിപ്പിച്ച ഒരു ഇരുനില മാളിക. മരം കൊണ്ടുള്ള പണിയാണ് കൂടുതലും. അവിടെയാണ് സ്കൂളിന്റെ ഇപ്പോഴത്തെ മാനേജരും രക്ഷിതാവുമായ മഹാദേവൻ താമസിക്കുന്നത്. ഒരു മതിലിന്റെ അകലമേ ഉള്ളൂ മാളികയും സ്കൂൾ ഷെഡിന്റെ അങ്ങേയറ്റത്തുള്ള ഓഫീസ് റൂമും തമ്മിൽ. UP സ്കൂളാണ്, സ്കറിയ തോമസ് പറഞ്ഞു. ടൂറിന് വന്ന വിദ്യാർത്ഥികൾ എല്ലായിടത്തും ചുറ്റി നടന്ന് കണ്ടു. വെളിയിൽ ചെറിയ പ്ലേ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. കുളിക്കാൻ റോഡിന് താഴെ തോടുണ്ട്. കോരി കുളിക്കേണ്ടവർക്ക് സ്കൂൾ മുറ്റത്തെ കിണർ ഉപയോഗിക്കാം. പൈപ്പ് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടണം. രാത്രി ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പത്മനാഭൻ സാർ പറഞ്ഞു. ബാഗേജുകളെല്ലാം അവർ സ്കൂൾ മുറിയിൽ വെച്ചു. അഞ്ജലി കുളിക്കാനുള്ള സോപ്പും തോർത്തുമെടുത്ത ശേഷം ബാഗിന്റെ സിബ് വലിച്ചിട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഷെഡിൽ ആരുമില്ല. അവൾക്ക് പേടിയായി. ആരോ തന്നെ നിരീക്ഷിക്കുന്നത് അവൾ അറിഞ്ഞു. നീലരശ്മികൾ, നിശിതമായ നോട്ടം. അവൾ പുറത്തേക്ക് ഓടി. ഗ്രൗണ്ടിന്റെ അങ്ങേയറ്റത്ത് വരെ എത്തിയിരുന്നവർ തിരിഞ്ഞു നോക്കി. ആരോ പിന്തുടർന്നിട്ടെന്ന പോലെ അഞ്ജലി ഓടി വരുന്നുണ്ടായിരുന്നു. പൂഴി മണലിലൂടെ എന്ന വണ്ണമാണ് അവൾ വരുന്നത്.
അവളുടെ കാലുകൾ മണ്ണിൽ പുതയുന്നുണ്ടെന്ന് തോന്നുമായിരുന്നു. ആനന്ദിന്റെ അടുത്തെത്തി അവൾ കിതച്ചുകൊണ്ട് നിന്നു. അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. അഞ്ജു, എന്താ ഇത്? നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. വീണ്ടും ഞാൻ കണ്ടു ആരോ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നിന്റെ മനസ്സിനെന്തോ കുഴപ്പമുണ്ട്. വെറും തോന്നലാണ് എല്ലാം. എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് സഹപാഠികൾ അവരുടെ അടുത്തേക്ക് വന്നു. ഇവൾ എന്തോ കണ്ട് പേടിച്ചുവെന്ന് പറയുന്നു. എന്ത് കണ്ട് പേടിക്കാൻ? ആ സ്കൂൾ മുറിയിൽ ഒന്നുമില്ലായിരുന്നല്ലോ. ആരോ അവളെ സൂക്ഷിച്ചു നോക്കിയത്രേ. ഇത് വിചിത്രം തന്നെ. ഇവിടുന്ന് മടങ്ങി ചെല്ലുമ്പോൾ അഞ്ജു ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. അവർ ഗ്രൗണ്ടിലൂടെ നടക്കാൻ തുടങ്ങി. അഞ്ജലിക്ക് ലജ്ജ തോന്നി. വാസ്തവത്തിൽ ഒന്നുമില്ല, ഓർമ്മ തന്നെ കിട്ടുന്നില്ല. മനസ്സിലെ വിഭ്രാന്തിയും പേടിയും പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. മഹാദേവന്റെ മാളികയ്ക്ക് മുന്നിലെ ക്ഷേത്രത്തിലേക്കാണവർ പോയത്. ക്ഷേത്രത്തിന് ചുറ്റിലും കാവിലും അവർ നടന്നു. പ്രൊഫസർ അവരെ മാളികയിലേക്ക് കൊണ്ടുപോയി. തെക്കും കോവിലകത്തെ മഹാദേവൻ തമ്പുരാനെ പ്രൊഫസർ എല്ലാവർക്കും പരിചയപ്പെടുത്തി. നന്നേ വെളുത്ത് അല്പം തടിച്ച നല്ല പ്രൗഢി തോന്നിക്കുന്ന ഒരു വൃദ്ധൻ. തമ്പുരാന് ഭാര്യയില്ല, 3 പെൺമക്കളുണ്ട്. പഴയ ശക്തിയും പ്രതാപവും ക്ഷയിച്ചുവെങ്കിലും ഭൂസ്വത്തും വരുമാനവുമൊക്കെ തെക്കും കോവിലകത്തിന് ഇന്നും വേണ്ടുവോളമുണ്ട്. നല്ല നിലയിൽ സ്കൂളും നടത്തിക്കൊണ്ടു പോകുന്നു. തെക്കും കോവിലകത്തിന്റെ പഴയ പ്രതാപത്തെ ഓർമ്മിപ്പിക്കുന്ന സ്മാരക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഹാളിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിച്ചു. യജമാനന്റെ പുഞ്ചിരിയോടെ മഹാദേവൻ തമ്പുരാൻ വാതിലിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്നു. അഞ്ജലി വാതിൽ കടന്നപ്പോൾ മഹാദേവന്റെ നോട്ടം അവളിൽ കുടുങ്ങിക്കിടന്നു. ഒരമ്പരപ്പ് അയാളുടെ മുഖത്ത് പ്രകടമായി. അഞ്ജലി ഹാളിലേക്ക് കടന്നു. മഹാദേവൻ അവളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പതുക്കെ എഴുന്നേറ്റു. ഹാൾ ഒരു ചെറിയ മ്യൂസിയം തന്നെയാണെന്ന് അഞ്ജലിക്ക് തോന്നി. മഹാദേവൻ തമ്പുരാന്റെ മൺമറഞ്ഞ പൂർവികരുടെ വലിയ ഛായാചിത്രങ്ങൾ ചില്ലിട്ടു ചുവരുകളിൽ വെച്ചിരിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഛായാപടങ്ങളും കണ്ടു. ചിലതൊക്കെ കാലപ്പഴക്കം കൊണ്ട് തീരെ മങ്ങിപ്പോയിരുന്നു. ഇടയ്ക്കിടെ വന്യമൃഗങ്ങളുടെ തല സ്റ്റഫ് ചെയ്ത് ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഹാളിന്റെ ഒരു ഭാഗത്ത് പഴയ കാലത്തെ ആയുധങ്ങളും വിളക്കുകളും കൊത്തുപണികളുള്ള പാത്രങ്ങളും തടിയിലും ആനക്കൊമ്പിലും കളിമണ്ണിലും കൃഷ്ണശിലയിലും നിർമ്മിച്ച ശില്പങ്ങളും പ്രദർശനത്തിനായി വെച്ചിരുന്നു. ഹാളിലേക്ക് കടന്നുവന്ന മഹാദേവൻ തമ്പുരാനോട് പ്രൊഫസർ ചോദിച്ചു, പണ്ട് കോവിലകം സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമത്തിലേക്ക് ഇവിടെ നിന്ന് എന്തു ദൂരം വരും? 2 മൈൽ. മഹാദേവൻ അഞ്ജലിയെ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ജലി ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. മഹാദേവന്റെ തുറച്ച നോട്ടം അവളെ ഭയപ്പെടുത്തി. അവൾ വേഗം ശില്പങ്ങളിലേക്ക് നോട്ടം തിരിച്ചു. അങ്ങോട്ട് റോഡുണ്ടോ? പ്രൊഫസർ ആരാഞ്ഞു. ഒരു തകർന്ന പാതയുണ്ട്. വാഹനങ്ങൾ പോവുകയില്ല. നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ഇന്നിന് രാത്രിക്ക് മുമ്പ് അവിടെ പോയിട്ട് മടങ്ങാൻ ഞങ്ങൾക്ക് സമയം കിട്ടുമോ? അല്പം കൂടി നേരത്തെ പോകേണ്ടതായിരുന്നു. സാരമില്ല, വെളുത്ത പക്ഷമായതുകൊണ്ട് നല്ല നിലാവുണ്ട്. വഴിയാണെങ്കിൽ അപകടം പിടിച്ചതൊന്നുമല്ല. ഒരു കണക്കിൽ രാത്രിയാണ് നന്ന്. നിലാവത്ത് ആ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിൽ തട്ടും. വഴിയിൽ ഞങ്ങൾ കുറെ വൈകിപ്പോയി. നാളെ പുലർച്ചയ്ക്ക് ഇവിടം വിടുകയും വേണം. ആ തകർന്ന ഗ്രാമത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് വഴി വന്നത്. എന്നിട്ട് കാണാതെ പോവുകയെന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ് താനും. ഞാൻ പറഞ്ഞല്ലോ, നിലാവുള്ളത് കൊണ്ട് രാത്രിയിലുള്ള കാഴ്ചകൾ കാണാൻ വലിയ രസമായിരിക്കും. കുട്ടികൾക്ക് ഒട്ടും ബോറടിക്കുകയില്ല, തീർച്ച. ഞങ്ങൾക്കവിടം നല്ല പരിചയമില്ലല്ലോ. വഴിയെക്കുറിച്ച് ഒരു പരിചയവുമില്ല. അവിടെ പരിചയത്തിന്റെ കാര്യമൊന്നുമില്ല. വരണ്ടു കിടക്കുന്ന ഒരു താഴ്വര കാണാൻ എന്തിന് പരിചയം? പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗൈഡിനെ നിങ്ങളോടൊപ്പം അയക്കാം. വലിയ ഉപകാരം, പ്രൊഫസർ പറഞ്ഞു. മഹാദേവൻ അഞ്ജലിയുടെ സമീപത്തെത്തി. അവളെ അടിമുടി നോക്കി. നിന്റെ പേരെന്താ? അഞ്ജലി. അവൾ അമ്പരപ്പോടെ പറഞ്ഞു. അഞ്ജലി. തീരെ പതുക്കെ അയാൾ ആ പേർ ഉച്ചരിച്ചു. മുമ്പ് നീ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. മഹാദേവന്റെ മുഖം ചുവന്നു. നെറ്റി ചുളിഞ്ഞു. എന്നോട് കള്ളം പറയരുത്. അഞ്ജലി വല്ലാതെ പരിഭ്രമിച്ചുപോയി. ഞാനിവിടെ വന്നിട്ടുള്ളതായി ഓർക്കുന്നില്ല. പത്മനാഭൻ. ക്ഷോഭിച്ച ശബ്ദത്തിൽ അയാൾ വിളിച്ചു. ഇവളെ സൂക്ഷിച്ചോ. ഇവളുടെ കണ്ണിൽ നീചഭാവമുണ്ട്. വിദ്യാർത്ഥികളെല്ലാം സ്തബ്ധരായി. മഹാദേവൻ ഇങ്ങനെ പ്രകോപിതനാവാൻ കാരണമെന്തെന്ന് പ്രൊഫസർക്കും മനസ്സിലായില്ല. ഓർക്കാപ്പുറത്ത് ഒരടി കിട്ടിയതുപോലെയായിരുന്നു അഞ്ജലിക്ക്. അവൾ തേങ്ങലടക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. മഹാദേവനെ പകച്ചു നോക്കിക്കൊണ്ട് മറ്റുള്ളവരും ഇറങ്ങിപ്പോയി. ആനന്ദ് മഹാദേവന്റെ മുമ്പിൽ വന്നു. ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്നത് മര്യാദയല്ല, അതും ഒരു സ്ത്രീയെ. നിങ്ങളത്ര വലിയ തമ്പുരാനായാലും. ആനന്ദ്, നീ സംസാരിക്കണ്ട.
പ്രൊഫസർ ശാസിച്ചു. അയാൾ ഇറങ്ങിപ്പോയി. തെക്കും കോവിലകത്തിന്റെ വളപ്പിനപ്പുറം കടന്നിട്ട് കുട്ടികൾ പ്രൊഫസറും മീരാനായരും വരാൻ കാത്തുനിന്നു. ആനന്ദ് അഞ്ജലിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ മഹാദേവൻ തമ്പുരാന്റെ വിചിത്രമായ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കെ പ്രൊഫസറും മീരാനായരും വരുന്നത് കണ്ടു. സാർ, ആനന്ദ് പ്രൊഫസറോട് പരാതിപ്പെട്ടു. അഞ്ജലി മുമ്പിവിടെ വന്നിട്ടില്ലെന്ന് നമുക്കെല്ലാം അറിയാം. വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൾ വല്ലതും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയട്ടെ. അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയായിരിക്കാമെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. പ്രൊഫസർ കുട്ടികളെ സമാധാനിപ്പിക്കാൻ നോക്കി. അങ്ങനെയൊരു ചിന്താക്കുഴപ്പമുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുപോരെ, അയാൾ മാപ്പ് പറയേണ്ടതാണ്. ജയപ്രകാശ് ശഠിച്ചു. ഇങ്ങനെയൊരു പ്രകോപനമുണ്ടാകാൻ അഞ്ജലി എന്തു ചെയ്തു? അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചല്ലോ, ഇനി നമുക്കത് വിട്ടുകളയാം. പ്രൊഫസർ ആ വിഷയം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. അവർ ഗ്രൗണ്ടിൽ വട്ടം കൂടി നിന്നു. ഇങ്ങനെ നിന്നാൽ പറ്റില്ല. തകർന്ന ഗ്രാമത്തിലേക്ക് പോകണം. കുളിക്കേണ്ടവർക്ക് അതാകാം. പെൺകുട്ടികൾ തോട്ടിൽ ചാടാൻ പോകാതെ ഇവിടെ കിണറ്റിലെ വെള്ളത്തിൽ കുളിക്കുകയാവും നന്ന്, പ്രൊഫസർ നിർദ്ദേശിച്ചു. പെൺകുട്ടികൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചതോടെ പുരുഷന്മാർ കടകളും മറ്റും സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനിലേക്ക് വെച്ചുപിടിച്ചു. ഏതോ പുരാതന നഗരത്തിൽ നിന്നും മുറിഞ്ഞ് വേർപെട്ടുപോയ ഒരു വാൽക്കഷ്ണം പോലെ തോന്നിച്ചു റോഡും കടകമ്പോളങ്ങളും. ഇടത്തരം പീടികകൾ നിരത്തുവക്കിൽ ധാരാളമുണ്ട്. എന്നാൽ ഒരിടത്തും കാര്യമായ കച്ചവടം നടക്കുന്നില്ല. റോഡിലോ കടകളിലോ മനുഷ്യരുടെ തിക്കും തിരക്കും കാണാനായില്ല. അവിടെ ഒറ്റപ്പെട്ട ചില മനുഷ്യർ, ഒറ്റപ്പെട്ട സംഭാഷണ ശകലങ്ങൾ. പശുക്കൾ അങ്ങിങ്ങ് മേഞ്ഞു നടന്നു. വയൽ വരമ്പുകളിലൂടെ കർഷക തൊഴിലാളികൾ ഒറ്റതിരിഞ്ഞ് നടന്നുപോയി. ഒരു ബാലൻ കൂട്ടുകാരില്ലാതെ തനിയെ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഏതോ കൂരയിൽ നിന്ന് ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരി കേട്ടു. വിദ്യാർത്ഥികളിൽ ചിലർ നാരങ്ങ വെള്ളമോ സോഡയോ കുടിച്ചു. ആനന്ദും സംഘവും സ്കൂൾ ഗ്രൗണ്ടിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ കണ്ടു? അഞ്ജലി പതുക്കെ ആനന്ദിനോട് ചോദിച്ചു. ഒന്നും കാണാനില്ലായിരുന്നു. ജീവനില്ലാത്ത ഒരു തെരുവ്, അത്ര തന്നെ. അധ്യായം 2. അസ്തമനം. ദൂരെ ചക്രവാളത്തെ വെല്ലുവിളിച്ചു കൊണ്ടുയർന്ന വരണ്ട മലയ്ക്ക് മുകളിൽ സൂര്യഗോളം പാതി മറഞ്ഞു. മഹാദേവൻ ഏർപ്പാട് ചെയ്ത ഗൈഡ് വരുന്നുണ്ടായിരുന്നു. മെല്ലിച്ചുണങ്ങി കൂനിപ്പിടിച്ച ഒരു വൃദ്ധൻ. ഇയാളാണോ? ഇയാളെങ്ങനെ 2 മൈൽ നടക്കും? നമുക്ക് ഇയാളെ ചുമക്കേണ്ടി വരുമോ? ആനന്ദ് ആശങ്ക പ്രകടിപ്പിച്ചു. തമ്പുരാനും കൊള്ളാം, ഗൈഡും കൊള്ളാം. പ്രമീളയുടെ കമന്റ്. വൃദ്ധൻ അവരുടെ മുമ്പിൽ വന്നു നിന്നു. അയാൾ അവരെ മാറി മാറി നോക്കി. ചെറിയ കണ്ണുകളായിരുന്നു അയാളുടേത്. കൃഷ്ണമണിയുണ്ടെന്ന് തോന്നുകയില്ല. മുട്ടത്തോട് പോലെ കൺകുഴികളിൽ എന്തോ ഇളകി. വൃദ്ധന്റെ നോട്ടം അഞ്ജലിയിൽ തറഞ്ഞു. ഒട്ടും സന്തുഷ്ടമായിരുന്നില്ല അയാളുടെ മുഖഭാവം. ഇതിൽ നിന്ന് ഒന്ന് തലയൂരാൻ അയാൾ തീവ്രമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുമായിരുന്നു. തമ്പുരാൻ പറഞ്ഞയച്ചതാ എന്നെ നിങ്ങൾക്ക് വഴികാട്ടിത്തരാൻ, എല്ലാം പറഞ്ഞു തരാൻ. ആനന്ദ് മെല്ലെ ചൂളമടിച്ചു. പെൺകുട്ടികൾക്കിടയിൽ നിന്ന് അഞ്ജലി ആനന്ദിനടുത്തേക്ക് വന്നു. ആ മുഖം വിളറി വെളുത്തിരിക്കുന്നത് ആനന്ദ് കണ്ടു. കണ്ണുകളിൽ അജ്ഞാതമായൊരു ഭീതി. അഞ്ജലി, എന്തുപറ്റി നിനക്ക്? അയാൾ ഉദ്വേഗത്തോടെ തിരക്കി. അയാളോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. ആനന്ദ്, എനിക്കെന്തോ വല്ലാത്ത പേടി. അങ്ങോട്ട് നമുക്ക് പോകണ്ട. ഇതൊക്കെ നിനക്ക് തോന്നുന്നതാ അഞ്ജു. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ? നീ വാ. ഇല്ല ആനന്ദ്, ഞാൻ വരുന്നില്ല. ഞാൻ അങ്ങോട്ടില്ല. അവളുടെ മുഖത്ത് ദൈന്യതയും ഭയവും കൂടുകെട്ടിയിരുന്നു. അവൾക്ക് സാരമായ എന്തോ കുഴപ്പമുണ്ടെന്ന് ആനന്ദിന് തോന്നി. എന്താ, എന്തു പറ്റി? അഞ്ജലിക്ക് വീണ്ടുമെന്താ പ്രശ്നം? മീരാ നായർ അടുത്തേക്ക് വന്നു. അഞ്ജു വരുന്നില്ലത്രേ, അവൾക്ക് ഭയമാണെന്ന്. വേണ്ട വേണ്ട, കുട്ടി ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട. കമോൺ. കൂട്ടുകാരുടെ നിർബന്ധം കൂടിയായപ്പോൾ അഞ്ജലിക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. പുറപ്പെടാമല്ലോ? അയാൾ ചോദിച്ചു. ഞങ്ങൾ റെഡി, പ്രമീള പറഞ്ഞു. വാ. വൃദ്ധൻ നടന്നു കഴിഞ്ഞു. നടപ്പിന്റെ വേഗത്തിലും ചുറുചുറുക്കിലും കിഴവൻ ചെറുപ്പക്കാരെ പോലും അതിശയിപ്പിച്ചു. അയാൾക്കൊപ്പമെത്താൻ അവർക്ക് പണിപ്പെടേണ്ടി വന്നു. അവർ ആട്ടിടയന്റെ പിന്നാലെ ഒരാട്ടിൻ പറ്റമെന്ന പോലെ അയാളെ പിന്തുടർന്നു പോയി. കല്ലും മണ്ണുമിളകി കുണ്ടും കുഴിയും പിടിച്ച വഴി. പാതയ്ക്ക് ഇരുവശത്തുമുണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങൾ ഒറ്റപ്പെട്ടു വന്നു. അവയ്ക്കിടയിലെ ഭവനങ്ങളും തീരെ ഒറ്റപ്പെട്ട് കിടന്നു. അസ്തമനം കഴിഞ്ഞിരുന്നു. പടിഞ്ഞാറൻ ചക്രവാളം തീപിടിച്ചതുപോലെ കാണപ്പെട്ടു. അന്തരീക്ഷം നിശ്ചലമായിരുന്നു. കാറ്റിനെ ഏതോ അജ്ഞാത ശക്തി പിടിച്ചുകെട്ടിയിരിക്കുകയാണെന്ന് തോന്നുമായിരുന്നു. മഹാദേവൻ തമ്പുരാൻ മാളികയുടെ നീണ്ട കോലായിലൂടെ അസ്വസ്ഥതയോടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു. പിന്നെ തിരിച്ചും.
ഇത് കുറെ നേരമായി തുടരുകയാണ്. പൂമുഖത്ത് നിലവിളക്ക് എരിയുന്നുണ്ട്. മഹാദേവന്റെ അസ്വസ്ഥത കൂടിക്കൂടി വന്നു. ഇടയ്ക്ക് ഒരു വേള അയാൾ നിലവിളക്കിലേക്ക് നോക്കി. ദീപം മങ്ങുന്നു. പാർവതി! ഉച്ചത്തിലൊരു വിളി. പാർവതി പലകക്കോവണിയിലൂടെ ഓടിയിറങ്ങി വരുന്ന ശബ്ദം. എന്നെ വിളിച്ചോ? കതിരുപോലുള്ള ആ പെൺകിടാവ് വാതിലിൽ വന്ന് ഉത്കണ്ഠയോടെ തിരക്കി. അതിപ്പോ കരിന്തിരി കത്തും. എണ്ണയില്ലേ ഇവിടെ? അശുഭം. പാർവതി തിരികെ മുകളിലേക്ക് ഓടി. ചിലും ചിലും ചിൽ. നിശബ്ദതയിലേക്ക് ചീറിപ്പടരുന്ന ചിലമ്പിച്ച ഒച്ച. ചുമരിൽ തട്ടി വീഴാൻ പോയ പാർവതി താഴേക്ക് നോക്കി. ചുമരിൽ തൂക്കിയിട്ടിരുന്ന പഴയ വാൾ താഴെ വീണ് 2 കഷണമായിരിക്കുന്നു. അതെടുക്കണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ശങ്കിച്ചിട്ട് പലകക്കോവണിയിലൂടെ ഓടിക്കയറിപ്പോയി. മഹാദേവൻ വന്നു നോക്കിയപ്പോൾ വാൾ ഒടിഞ്ഞു കിടപ്പുണ്ട്. ചുമരിൽ നിന്ന് ആണിയോടെ ഇളകിപ്പോന്നതാണ്. മഹാദേവൻ ഉച്ചത്തിൽ ആരെയെന്നില്ലാതെ ശകാരിച്ചുകൊണ്ട് അത് കയ്യിലെടുത്തു. തലമുറ തലമുറകളായി കൈമാറിപ്പോന്ന ഉടവാൾ. പാർവതി എണ്ണയുമായി വന്നപ്പോഴേക്കും നിലവിളക്കിൽ കരിന്തിരി പുകഞ്ഞു തുടങ്ങിയിരുന്നു. എടുത്തോണ്ട് പോ! അയാൾ ആക്രോശിച്ചു. അത് കേട്ട് സേതുലക്ഷ്മി തമ്പുരാന്റെ സീമന്തപുത്രി ഇറങ്ങി വന്നു. ഇന്നെന്തു പറ്റി അച്ഛന്? ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. പറ്റാൻ കിടക്കണതേയുള്ളൂ. മഹാദേവൻ നെഞ്ചു തിരുമ്മിക്കൊണ്ട് 4-5 ചാൽ നടന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെയും നമ്മൾ പൊറപ്പിക്കില്ല എന്ന് തോന്നുന്നു. ഒരു നോട്ടം കിട്ടിയിട്ടുണ്ട്. നാളെ പുലർന്നാൽ അറിയാം നാശമാണോ രക്ഷയാണോ എന്ന്. സേതുലക്ഷ്മി ആലോചനാമഗ്നയായി. എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവാണ്ടിരിക്കുക നന്ന്. പൊയ്ക്കോളൂ. ചിന്താഭാവത്തിൽ അല്പനേരം കൂടി നിന്നിട്ട് അവൾ പിന്തിരിഞ്ഞു. മഹാദേവൻ അസ്വസ്ഥതയോടെ പൂമുഖത്തേക്ക് നീങ്ങി. ഇരുട്ട് വീണിട്ടില്ല. നീലാവതിച്ചിട്ടുമില്ല. അയാൾ സൂര്യനെ ഒളിപ്പിച്ച മലയിലേക്ക് കണ്ണു നട്ടു. പെട്ടെന്ന് ഒരു ചൂണ്ടലിൽ കുരുത്തിട്ടെന്ന പോലെ കണ്ണുകളൊന്ന് പിടഞ്ഞു. ആരോ തന്നെ നോക്കുന്നില്ലേ? രഹസ്യമായി നിരീക്ഷിക്കുന്നില്ലേ? മഹാദേവൻ ഏകാഗ്രചിത്തനായി. നോട്ടം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു. ചുവന്ന മൂടൽ മെല്ലെ നീങ്ങിപ്പോകുന്നു. പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നു. ഇപ്പോൾ വ്യക്തമാണ് തമ്മിൽ ചേർന്നിരിക്കുന്ന കറുകറുത്ത കൺപീലികൾ. അടഞ്ഞ മനോഹരമായ കൺപോള. അതനങ്ങുന്നു. അകത്ത് കൃഷ്ണമണി ഓടുന്നുണ്ട്. കൺപീലികൾ മെല്ലെ അകലുന്നു. കൺപോള മന്ദം മന്ദം ഉയരുന്നു. പാതി തുറക്കപ്പെട്ടു. വളരെ അകലെയാണ്. എന്നാലും തിരിച്ചറിയാം. അതേ നോട്ടം. പിശാചിനിയുടെ ചിരി. തിളങ്ങുന്ന കറുത്ത കൃഷ്ണമണി. ശരിയാണത്. തീർച്ചയായി. മഹാദേവൻ തമ്പുരാൻ ഒരു കെണിയിൽ നിന്ന് ഊരാനെന്ന പോലെ ശക്തിയായി തലവെട്ടിച്ചു. അധ്യായം 3. പഴഞ്ചൻ പാതയ്ക്ക് ഇരുപുറവുമുള്ള കൃഷിയിടങ്ങൾ അവസാനിച്ചു. അങ്ങിങ്ങ് കാണപ്പെട്ടിരുന്ന കർഷക കുടിലുകളും കൊച്ചു കളപ്പുരകളും അപ്രത്യക്ഷമായി. ഭൂമി വരണ്ടതായി. ചിലയിടങ്ങളിൽ പരന്ന പാറകളും കണ്ടു. ജലാംശം തീരെയില്ലാത്ത മണ്ണാണ് അതെന്ന് മുൾച്ചെടികളും മറ്റും കൊണ്ട് തിരിച്ചറിയാമായിരുന്നു. മഹാദേവൻ തമ്പുരാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ദൂരമുണ്ടെന്ന് വിദ്യാർത്ഥി സംഘത്തിന് തോന്നി. കിഴവൻ ഗൈഡ് ഉഷാറോടെ നടക്കുകയാണ്. ചെറിയ മലയിടുക്കുകളിലൂടെ അവർ കടന്നുപോയി. ഒരു ചെറിയ കുന്ന് ചുറ്റിത്തിരിഞ്ഞു വന്നപ്പോൾ തുറസായ സ്ഥലം കണ്ടു. വിണ്ടുകീറിയ ഒരു കല്ലിനു മീതെ കയറി നിന്നുകൊണ്ട് കിഴവൻ ഗൈഡ് പറഞ്ഞു, ഇതാണ് ശ്മശാനം. അത് കേട്ടവർക്കെല്ലാം നേരിയ ഉൾക്കിടിലമുണ്ടായി. ശ്മശാനമോ? പ്രൊഫസർ ചോദിച്ചു. തെക്കും കോവിലകത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ സ്ഥലം എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പരന്ന പാറയ്ക്ക് മീതെ നിന്നാൽ ആ വലിയ താഴ്വര കാണാമായിരുന്നു. അനേകം വർഷങ്ങൾക്ക് മുമ്പ് തകർന്നുപോയ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ. ആദ്യത്തെ നോട്ടത്തിൽ ആ ദൃശ്യം കാണികളിൽ ഒരു ഷോക്കുണ്ടാക്കുമായിരുന്നു. വിഷാദവും ഭീതിയും ചരിത്രത്തിന്റെ നിലവിളിയും മൺമറഞ്ഞ ഒരു ജനസമൂഹത്തിന്റെ തേങ്ങലും എല്ലാം കൂടിക്കുഴഞ്ഞ് നെഞ്ചിലേക്ക് ഇരമ്പിയർത്ത് കയറും പോലെ ഒരു തോന്നൽ. പിന്നെ അതുമായി എല്ലാവരും പൊരുത്തപ്പെട്ടു. ചെറുതും വലുതുമായ വീടുകളുടെ ഇടിഞ്ഞുപൊളിഞ്ഞ അസ്ഥിവാരങ്ങൾ എങ്ങും കാണാമായിരുന്നു. ഏതാനും ഭവനങ്ങളുടെ പാതി അടഞ്ഞ കരിങ്കൽ ചുമരുകളും കാണപ്പെട്ടു. അടുത്തടുത്തായി സ്ഥിതി ചെയ്തിരുന്ന കുടിലുകളുടെ തറകളും വേർതിരിച്ചറിയാമായിരുന്നു. കോവിലകത്തിന്റെ മതിൽക്കെട്ട് കിഴവൻ കാണിച്ചു കൊടുത്തു. ചുറ്റുമതിലിന്റെ മിക്ക ഭാഗങ്ങളും ഇടിഞ്ഞു കിടക്കുകയാണ്. കോവിലകത്തിന്റെ തറയിലെ ചുമർ ഭാഗങ്ങളും വലിയ കേടുപാടുകൾ കൂടാതെ ശേഷിക്കുന്നുണ്ട്. തീപിടിച്ചു പോയ ഭാഗങ്ങൾ കിഴവൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. സന്ധ്യയായല്ലോ. കുറെ കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല 4 ഫോട്ടോസുകൾ എടുക്കാമായിരുന്നു, ജയപ്രകാശ് പറഞ്ഞു. അയാളുടെ കൈവശം ക്യാമറയുണ്ട്. ഖനനം ചെയ്തപ്പോൾ തെളിഞ്ഞു വന്ന ചരിത്രാധികാലത്തെ ജനവാസ കേന്ദ്രം പോലെയുണ്ട് ഇവിടം കണ്ടാൽ.
ആനന്ദ് അഭിപ്രായപ്പെട്ടു. ശവങ്ങളുടെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. കിഴവൻ ഒരു മന്ത്രവാദിയുടെ സ്വരത്തിൽ പറഞ്ഞു. എത്ര തലമുറ ഇവിടെ ചത്തൊടുങ്ങി. തമ്പുരാൻ ഒരിക്കൽ രാത്രിയിൽ തനിച്ചിവിടെ വന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ അവസ്ഥയിൽ എല്ലാം കാണാൻ കഴിഞ്ഞത്രേ. എല്ലാ വീടുകളിലും വിളക്കുണ്ടായിരുന്നു. കുതിരവണ്ടികളും കാളവണ്ടികളും ഇടവഴികളിലൂടെ നീങ്ങുന്നുണ്ടായിരുന്നു. പാണ്ഡികശാലകൾ തുറന്നു വെച്ചിരുന്നു. വഴി വാണിഭക്കാർ വിലപേശി വിൽക്കുന്നുണ്ടായിരുന്നു. ഒരാഘോഷം നടക്കുകയായിരുന്നു. സ്ത്രീകളുടെ കരച്ചിലും കുട്ടികളുടെ ആർപ്പുവിളികളും പിൻവാതിലുകൾ തേടി പതുങ്ങിച്ചെല്ലുന്ന ജാരന്മാരുടെ കിതപ്പും തമ്പുരാൻ കേട്ടു. നേരം പുലർന്നപ്പോൾ ഒന്നുമില്ല. എല്ലായിടവും ഇപ്പോൾ കാണുന്ന പോലെ തന്നെ. മതി, പ്രൊഫസർ കിഴവനെ തടഞ്ഞു. എല്ലാവരും വീർപ്പടക്കി നിൽക്കുകയായിരുന്നു. ഇനി മടങ്ങാം, പ്രൊഫസർ തിരക്ക് കൂട്ടി. നിലാവുദിക്കട്ടെ, കിഴവൻ പറഞ്ഞു. അയാൾ തകർന്ന മതിലിനരികിലൂടെ നടന്നുപോയി. എല്ലായിടത്തും പ്രകാശം മങ്ങി. ഇരുട്ടിന്റെ ഒരു മഴ പൊടുന്നനെ വീണതുപോലെ തോന്നിച്ചു. നിലാവുദിക്കുന്നതിന് മുമ്പത്തെ അവസ്ഥയായിരുന്നു അത്. കിഴക്കുദിക്കിൽ ചന്ദ്രബിംബം തെളിഞ്ഞു. മണ്ണിനടിയിൽ നിന്ന് സാവധാനം ഉയർന്നു വന്നതുപോലെ കിഴവൻ ചന്ദ്രന്റെ പശ്ചാത്തലത്തിൽ മതിലിന് മുകളിൽ നിൽക്കുന്നത് കാണായി. പ്രൊഫസറും സംഘവും അയാളുടെ അടുത്തേക്ക് ചെന്നു. ആനന്ദ് അയാളോട് ചോദിച്ചു, ഇവിടെ നിന്നും ഗ്രാമം മുഴുവൻ താമസം മാറാൻ എന്താ കാരണം? കാരണമുണ്ട്. കിഴവൻ മതിലിന് മുകളിൽ നിന്ന് താഴേക്കിറങ്ങി. തുടർച്ചയായ വരൾച്ച. വെള്ളം കിട്ടാനില്ലാതായി. എത്ര കുഴിച്ചാലും വെള്ളമില്ല. കൃഷി നശിച്ചു. കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. ഭൂമി തരിശായി. മഴ കിട്ടാറില്ലായിരുന്നെന്നോ? ഇവിടെ മാത്രം കുറവായിരുന്നു. ഇവിടം വാസയോഗ്യമല്ലാതായി എന്ന് വിചാരിച്ചാൽ മതി. കോവിലകത്തിന്റെ ഒരു ഭാഗം തീപിടിച്ച് കത്തിപ്പോവുകയും ചെയ്തു. അത് നിങ്ങൾ കണ്ടതാണല്ലോ. കോവിലകത്തിന്റെ ശേഷിച്ച ഭാഗം പൊളിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ താമസിക്കുന്ന മാളിക അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അവിടെ വെള്ളത്തിന് ക്ഷാമമില്ല. ചുരങ്ങളിൽ നിന്ന് വരുന്ന വരണ്ട ചുടുകാറ്റില്ല. ദുർമരണങ്ങളില്ല. കിഴവന്റെ വാക്കുകൾക്കിടയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ മറഞ്ഞു കിടപ്പുണ്ടെന്ന് ആനന്ദിന് തോന്നി. ടൂറിസ്റ്റുകൾ പതിവായി ഇവിടെ വരാറുണ്ടോ? അഞ്ജലി ചോദിച്ചു. അവൾ എല്ലായ്പ്പോഴും ആനന്ദിന്റെ കൂടെ തന്നെയായിരുന്നു. ചിലപ്പോഴൊക്കെ, കിഴവൻ പറഞ്ഞു. ഇവിടം ഒരിക്കൽ കണ്ടാൽ പിന്നൊരിക്കലും മറക്കാൻ കഴിയില്ല എന്നതാണ് ഒരു സവിശേഷത. ചിലപ്പോൾ സിനിമ എടുക്കുന്നവർ ഇവിടെ വന്ന് പടം പിടിക്കാറുണ്ട്. ഇനി മടങ്ങാം, പ്രൊഫസർ പറഞ്ഞു. കിഴവൻ മുമ്പേ നീങ്ങി. പാറയുടെ മുകളിലെത്തിയപ്പോൾ ആനന്ദ് തിരിഞ്ഞു നോക്കി. ഭീതിയുടെ നേരിയ ആവരണമണിഞ്ഞ് നിലാവത്ത് പണ്ടെന്നോ ആളുകൾ എന്നേക്കുമായി ഉപേക്ഷിച്ചുപോയ പ്രേതങ്ങളുടെ താഴ്വര പോലെ കിടക്കുന്നു ചരിത്രമുറങ്ങുന്ന മണ്ണ്. തമ്പുരാൻ ഏതോ രാത്രിയിൽ കണ്ടതുപോലെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അയാൾ ആഗ്രഹിച്ചു. നൂറ്റാണ്ടുകൾ മുമ്പത്തെ ജീവിതത്തിന്റെ ചലനവും ഒഴുക്കും ബഹളങ്ങളും അന്നത്തെ മനുഷ്യരെയും. തോട് ഒഴുകി വന്ന് പൊടുന്നനെ അപ്രത്യക്ഷമാകുന്ന മലയിടുക്കിലേക്ക് വൃദ്ധൻ അവരെ കൊണ്ടുപോയി. വിധിയുടെ മലയിടുക്ക് എന്നാണ് ഞങ്ങൾ ചിലപ്പോഴെങ്കിലും ഇതിനെ വിളിച്ചു പോരുന്നത്. തോട് ഒഴുകിവന്ന് സാമാന്യം വലിയൊരു കയത്തിൽ ചേരുകയാണ്. ഇവിടെ നിന്ന് തോട് പണ്ട് ആ പഴയ ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഒരു വേനൽക്കാലത്ത് തോട് വറ്റിപ്പോയി. അതിനുശേഷം ഈ കയം കവിഞ്ഞ് തോട് ഒഴുകിയിട്ടില്ല. തോടിന്റെ പഴയ ഗ്രാമാതിർത്തിയിലേക്കുള്ള ഭാഗം പാടെ വരണ്ടുപോയി. മഴക്കാലത്ത് പോലും ഇത് കവിഞ്ഞൊഴുകാറില്ലേ? ഒഴുക്ക് ഈ കയത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയില്ല. ഒഴുക്ക് ഇവിടെ നിലച്ചതാണ് ഗ്രാമത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, ജയപ്രകാശ് പറഞ്ഞു. പലരും പലതരത്തിലുള്ള അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നടത്തി നോക്കി. ഒരു വിദഗ്ധൻ പറഞ്ഞു, ഇവിടെ കയത്തിന് താഴെ ഭൂമിക്കടിയിൽ ഒരു വിള്ളലുണ്ടായെന്നും വെള്ളം ഭൂഗർഭത്തിലൂടെ ഒലിച്ചു പോവുകയാണെന്നും. അങ്ങകലെ മലയടിവാരത്ത് ഒരു ചെറിയ ഗുഹയിൽ നിന്ന് പുറപ്പെടുന്നതായി കണ്ട ഒരരുവിയാണ്. ഇതിന് തെളിവായി അയാൾ ചൂണ്ടിക്കാണിച്ചത് പണ്ട് ആ അരുവി ഉണ്ടായിരുന്നില്ലത്രേ. അവിടുത്തെക്കാരോട് ചോദിച്ചാൽ ആർക്കും അതേക്കുറിച്ച് വ്യക്തമായ വിവരമൊന്നുമില്ല. ഇതേ വെള്ളം തന്നെയാണ് അവിടെ ചെല്ലുന്നത് എന്നതിന് ഉറപ്പായ തെളിവൊന്നുമില്ല. അഞ്ജലി തോട്ടിലെ വെള്ളത്തിൽ കാലിട്ടിളക്കിക്കൊണ്ട് ഒരു കല്ലിന്മേൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിശ്വസനീയമായ ഒരു കാഴ്ച അവളെ നടുക്കി. തോട്ടിലൂടെ ഒരു ശവം ഒഴുകി വരുന്നു. സ്ത്രീയുടെ ശവം. തോളിലും ചുമലിലും മുടിയിഴകൾ പറ്റിപ്പിടിച്ച നിലയിൽ കമിഴ്ന്നൊഴുകുന്ന നഗ്നമായ മൃതദേഹം. അഞ്ജലിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. വായി തുറന്നുവെങ്കിലും നിലവിളിക്കാൻ അവൾക്ക് ശബ്ദം കിട്ടിയില്ല. ആരുമിത് കാണുന്നില്ലേ എന്ന് ഓർക്കാനുള്ള സുബോധം മാത്രമേ ശേഷിച്ചുള്ളൂ. കുളിക്കുകയും വെള്ളത്തിൽ ചാടിത്തുള്ളുകയും ചെയ്യുന്ന സഹപാഠികളുടെ ഇടയിലൂടെ അവരുടെ കാലുകളിലും ദേഹത്തും തട്ടിത്തടഞ്ഞ് ഒഴുകിപ്പോകുന്ന ഈ ശവശരീരം ആരും കാണുന്നില്ലേ? അമ്മേ,
അകലെ ഏതോ ദിക്കിൽ നിന്ന് ഒരു സ്ത്രീ വിളി കേട്ടു. കുളി കഴിഞ്ഞ് എല്ലാവരും കരയ്ക്ക് കയറി. പ്രൊഫസർ തിടുക്കം കൂട്ടുന്നുണ്ട്. കിഴവൻ മുമ്പേ നടന്നു. ഉറക്കെ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവർ പിന്നാലെ. ആൾവാസമുള്ള സ്ഥലങ്ങൾ ക്രമേണ ദൃശ്യമായി തുടങ്ങി. കൃഷിസ്ഥലങ്ങൾക്ക് നടുവിലെ കുടിലുകളിൽ നിന്ന് വെളിച്ചം കാണാമായിരുന്നു. സ്കൂളിനോട് അടുത്തപ്പോൾ മഹാദേവൻ തമ്പുരാന്റെ മാളിക മുകളിലെ വിളക്കം കാണായി. എന്തോ കാര്യത്തിന്മേൽ പ്രമീളയോടും ജയപ്രകാശിനോടും വാഗ്വാദത്തിൽ മുഴുകി നടക്കുകയായിരുന്ന ആനന്ദ് ഇപ്പോഴാണ് അഞ്ജലിയുടെ കാര്യം ഓർത്തത്. പേടിയുള്ള പെണ്ണ്. വിചിത്രമായ പല തോന്നലുകളും അനുഭവങ്ങളും ഉണ്ടായവൾ. പെൺകുട്ടികൾക്കിടയിൽ അയാൾ അവളെ നോക്കി. ഇല്ല. ഓരോരുത്തർക്കും ഇടയിൽ അയാൾ തിരഞ്ഞു നോക്കി. ഇല്ല. അയാൾ നടുങ്ങി. അഞ്ജലി എവിടെ? നിലവിളിക്കും പോലുള്ള ആ ചോദ്യത്തിനു മുമ്പിൽ എല്ലാവരും പകച്ചു നിന്നു. തങ്ങളോടൊപ്പമില്ല, പരിസരത്തെങ്ങുമില്ല. കണ്ണെത്താത്തിടത്തോളം പിന്നോട്ട് നോക്കി. കാണാനില്ല. അഞ്ജു! ആനന്ദ് ഉറക്കെ വിളിച്ചു. അവൻ പിന്തിരിഞ്ഞ് ഓടി. അഞ്ജലി തോട്ടിലെ വെള്ളത്തിൽ ഇറങ്ങിയത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആനന്ദിന്റെ പിന്നാലെ ജയപ്രകാശും രേണുവും സുധീരനും മാത്യു ചാണ്ടിയുമൊക്കെ ഓടി. ജോർജിനെയും രാധാകൃഷ്ണനെയും ചന്ദ്രബാബുവിനെയും പെൺകുട്ടികൾക്കൊപ്പം നിർത്തിയിട്ട് പ്രൊഫസറും തിടുക്കത്തിൽ പിന്നാലെ പോയി. ഞങ്ങൾ വന്നേക്കാം, നിങ്ങൾ സ്കൂളിലേക്ക് പൊയ്ക്കോ. കുറെ ദൂരം ചെന്നിട്ട് പ്രൊഫസർ വിളിച്ചു പറഞ്ഞു. സ്വതേ തന്റേടികളായ പ്രമീളയും സുമിത്രയും മീര നായരോട് ഞങ്ങളിപ്പം വരാം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസറുടെ ഒപ്പമെത്താൻ വേണ്ടി ഓടി. പ്രൊഫസർ പത്മനാഭൻ നായർക്ക് ഓടാൻ വയ്യായിരുന്നു. അയാൾ കഴിയുന്നത്ര വേഗത്തിൽ നടന്നു. പെൺകുട്ടികൾ ഓടി അദ്ദേഹത്തിന്റെ ഒപ്പമെത്തി. തൂനിലാവത്ത് വഴിയും ഭൂവിഭാഗങ്ങളും വ്യക്തമായിരുന്നു. നമ്മളാ തകർന്ന ഗ്രാമത്തിൽ നിന്ന് പോരുമ്പോൾ അഞ്ജലി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? പ്രൊഫസർ ചോദിച്ചു. ഉണ്ടായിരുന്നു, പ്രമീള പറഞ്ഞു. തോട്ടിൽ കുളിക്കാനിറങ്ങുന്നത് വരെ അവൾ ഒപ്പമുണ്ടായിരുന്നു. ഞാൻ അവളോട് ചോദിച്ചു, നീ കുളിക്കാൻ ഇറങ്ങുന്നുണ്ടോ എന്ന്. അവൾ ഇല്ലെന്നും പറഞ്ഞു. വെള്ളത്തിൽ കാലിട്ടിളക്കിക്കൊണ്ട് കുറെ മുകളിലായി ഒരു കല്ലിന്മേൽ അവൾ ഇരിക്കുന്നത് ഞാൻ കണ്ടതുമാണ്. അവിടുന്ന് അവൾ എങ്ങോട്ട് പോയി? വന്ന വഴിക്ക് എവിടെയെങ്കിലും മയങ്ങി വീണോ? ഇവിടെ വന്ന ശേഷം അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അഞ്ജുവിന് നല്ല പേടിയുണ്ടായിരുന്നു സാർ. അവൾ ചില പ്രവചനങ്ങളൊക്കെ നടത്തി. അതൊക്കെ ശരിയായിരുന്നു. തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ബസ്സിൽ വെച്ച് അവൾ ബഹളമുണ്ടാക്കിയില്ലേ? തമ്പുരാൻ അവളോടിടഞ്ഞതും ഒരു ദുർനിമിത്തമായിട്ട് കാണേണ്ടതായിരുന്നു. വാസ്തവത്തിൽ മുമ്പ് അവളിവിടെ വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് ആണയിട്ട് പറഞ്ഞു. തമ്പുരാൻ പിന്നെ എങ്ങനെ അവളെ മാത്രം സംശയിച്ചു? ഒന്നും ചിന്തിക്കാതിരിക്കുക ഭേദം. നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അഞ്ജലിയെ കാണാതായതിൽ പ്രൊഫസർക്ക് അത്ര വലിയ ഉത്കണ്ഠയൊന്നും തോന്നിയില്ല. ഉത്കണ്ഠയ്ക്ക് കാരണമില്ലായിരുന്നു. യാതൊന്നിനെയും ഭയപ്പെടേണ്ടാത്ത സ്ഥലം. ഒന്നാമത് മനുഷ്യവാസമില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടാകാൻ ഇത് കാടുമല്ല. അഞ്ജലി മോഹാലസ്യപ്പെട്ട് വീണിരിക്കാം എന്ന് തന്നെയായിരുന്നു പ്രൊഫസറുടെ ഉറച്ച വിശ്വാസം. അവൾ എവിടെ പോകാൻ? പോരെങ്കിൽ രാത്രിയും. എന്നാൽ തോടിന്റെ കരയിലെത്തുന്നത് വരെ മാത്രമേ ഈ ആശ്വാസം നീണ്ടു നിന്നുള്ളൂ. ആനന്ദം സംഘവും തോടിന്റെ ഇരുകരയിലും സമീപത്തുള്ള കുറ്റിക്കാട്ടിലും പരതി നടക്കുന്നുണ്ടായിരുന്നു. വിശേഷിച്ച് ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൊഫസറുടെ നെഞ്ചിൽ തീയാളി പടരാൻ തുടങ്ങി. പ്രമീളെ! ആനന്ദ് ഉറക്കെ വിളിച്ചു. അഞ്ജലി ഇവിടം വരെ വന്നുവെന്ന് നിനക്കുറപ്പല്ലേ? അതെ, ഞാനും അവളെ ഇവിടെ കണ്ടതാണ്. ആനന്ദിന്റെ തൊണ്ട ഇടറി. ഇറങ്ങി കുളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതുപോലും ഞാൻ ഓർക്കുന്നു. അവൾ പിന്നെ എവിടെ മുങ്ങി? ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ, ഒന്ന് നിലവിളിക്കുക പോലും ചെയ്യാതെ തോട്ടിൽ വീണ് ഒഴുകിപ്പോയിരിക്കുമോ എന്ന് ജയപ്രകാശ് ശങ്കിച്ചു. അതിന് തീരെ സാധ്യതയില്ല. അവൾ ഇരുന്നിടത്ത് മുട്ടപ്പം വെള്ളമേയുള്ളൂ. ഒഴുക്ക് തീരെയില്ല താനും. ആ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയാലും താഴെ കുളിച്ചുകൊണ്ടിരുന്ന പുരുഷന്മാർ കാണാതെ വയ്യ. കുറെ താഴെ ചിറകെട്ടിയ സ്ഥാനത്ത് കഴുത്തപ്പം വെള്ളമുണ്ട്. മറ്റുള്ളവരുടെ വിലക്കിനെ അവഗണിച്ചും ആനന്ദ് അവിടെ മുങ്ങിത്തപ്പി. ഇനി ശേഷിക്കുന്നത് കയം പോലെ കിടക്കുന്നിടമാണ്. അവിടെ നല്ല ആഴമുണ്ട്. ആനന്ദ് അവിടെ ഇറങ്ങാനും തയ്യാറായി. പക്ഷേ പ്രൊഫസർ തടഞ്ഞു. തിരിച്ചറിയാനാവാത്ത ഒഴുക്കിലൂടെ, മുട്ടപ്പം വെള്ളത്തിലൂടെ അഞ്ജലി ഒഴുകി കയത്തിലെത്താനുള്ള സാധ്യത 1% പോലുമില്ലെന്ന് ആനന്ദിനും അറിയാമായിരുന്നു. എങ്കിലും ഒരു വിശ്വാസത്തിന് അയാൾക്ക് ഏറെക്കുറെ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. അഞ്ജലി! ആനന്ദ് ഉറക്കെ വിളിച്ചു. അഞ്ജു! ആ വിളിയൊച്ച മലയിടുക്കിൽ മാറ്റൊലി കൊണ്ടു. ഒരു പ്രതികരണവുമില്ല. നമ്മൾ പോയി കണ്ട സ്ഥലം വരെ ഒന്ന് പോയിട്ട് വരാം, പ്രൊഫസർ പറഞ്ഞു. അവർ വരണ്ട് മുടിഞ്ഞുപോയ ആ ഗ്രാമാതിർത്തിയിലേക്ക് വേഗം വെച്ചുപിടിച്ചു. പാറയ്ക്ക് മീതെ കയറി നിന്ന് തലമുറകളുടെ ശ്മശാനമായ താഴ്വരയിലേക്ക് ആനന്ദ് ഉറക്കെ വിളിച്ചു. അഞ്ജലി!
അതിന്റെ മാറ്റൊലി കേട്ടു. അയാൾ വീണ്ടും വിളിച്ചു, അഞ്ജു. അവിടെ നിന്നാൽ എല്ലായിടവും വ്യക്തമായി കാണാമായിരുന്നു. എങ്കിലും തകർന്ന ചുമരുകൾക്കിടയിലും ഇടിഞ്ഞ മതിലുകൾക്കിടയിലും അഞ്ജലിയുടെ പേർ വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ ആ സംഘം പാഞ്ഞു നടന്നു. ഒടുവിൽ തളർന്ന് ആനന്ദ് ഒരു കല്ലിന്മേൽ ഇരുന്നു. അയാൾക്ക് പൊട്ടിക്കരയണമെന്ന് തോന്നി. ആനന്ദ്, വിഷമിക്കരുത്. അവൾ എങ്ങോട്ട് പോകാനാ? നമുക്കവളെ കണ്ടുപിടിക്കാൻ കഴിയും, ജയപ്രകാശ് ആശ്വസിപ്പിച്ചു. എവിടെ അവൾ? അവൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ വിളി കേൾക്കണ്ടേ? വീണ്ടും അവർ തെരച്ചിൽ ആരംഭിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഹാദേവൻ തമ്പുരാൻ ഒരുപറ്റം ഗ്രാമവാസികളോടൊപ്പം സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ് തെരച്ചിലിന് എത്തിയതാണവർ. വാസ്തവത്തിൽ എന്താണുണ്ടായത്? പ്രൊഫസറോട് മഹാദേവൻ തമ്പുരാൻ ചോദിച്ചു. ചിറയ്ക്ക് മുകളിൽ വരെ അഞ്ജലി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, പ്രൊഫസർ പറഞ്ഞു. പിന്നെ കണ്ടിട്ടില്ല. തകർന്നു കിടക്കുന്ന പഴയ ഗ്രാമം മുഴുവൻ തമ്പുരാന്റെ കൂടെ വന്ന ഗ്രാമവാസികൾ അരിച്ചു പെറുക്കി നോക്കി. ഇവിടെയെങ്ങുമില്ല, മഹാദേവൻ പറഞ്ഞു. അവർ വീണ്ടും തോട്ടുവക്കത്തേക്ക് പോയി. ആ പരിസരങ്ങൾ മുഴുവൻ തെരഞ്ഞു. അഞ്ജലി എന്ന വിളി അന്തരീക്ഷത്തിൽ തുടരെ തുടരെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒഴുകിപ്പോയെന്ന് ശങ്കിക്കുകയേ വേണ്ട, മഹാദേവൻ പറഞ്ഞു. പിന്നെ എവിടെ പോയി? മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആവും അവൾ അപ്രത്യക്ഷയായത്. മഹാദേവൻ അല്പനേരം എന്തോ ആലോചിച്ചു നിന്നു. ഒന്നുകിൽ അവൾ ഗൂഢമായ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഓടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. ആര്? ഇവിടെ ആരുമില്ലായിരുന്നല്ലോ. അവൾക്കിവിടെ ഗൂഢലക്ഷ്യവും ഇല്ലല്ലോ. ആരുമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. നമ്മൾ ആരെയും കണ്ടില്ല എന്നേ പറയാനൊക്കൂ. അതുപോലെ തന്നെയാണ് ഗൂഢലക്ഷ്യത്തിന്റെ കാര്യവും. ഇല്ല എന്ന് പറഞ്ഞുകൂടാ. നമുക്കതേക്കുറിച്ച് അറിയില്ല എന്ന് പറയാം. വിറളി പിടിച്ചു നിന്ന ആനന്ദ് മഹാദേവന്റെ മുമ്പിലേക്ക് ചാടി വീണ് ആക്രോശിച്ചു. താനൊരുത്തന സകലതിനും കാരണം. തന്റെ ഉടുക്കത്തെ കോവിലകം, അത് പട്ടുപോയിടത്തേക്ക് താനല്ലേ ഞങ്ങളെയെല്ലാം പറഞ്ഞയച്ചത്. താനാണിതിന്റെ പിന്നിലെന്ന് എനിക്കുറപ്പാ. താനവളെ തിരിച്ചറിയുന്നു, മുമ്പ് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നു, നീചയാണെന്ന് കണ്ടുപിടിക്കുന്നു, നുണ പറഞ്ഞെന്ന് കുറ്റപ്പെടുത്തുന്നു. മഹാദേവൻ ദഹിപ്പിക്കും വിധം ഉഗ്രമായി അയാളെ നോക്കി. ആനന്ദ്, ഇവിടെ വാ. പ്രൊഫസറും ജയപ്രകാശുമൊക്കെ ചേർന്ന് അയാളെ പിടിച്ചുമാറ്റി. ആനന്ദ് മാറിയിരുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പി കരഞ്ഞു. മഹാദേവൻ ഒന്നും മിണ്ടാതെ താൻ വിളിച്ചു കൊണ്ടുവന്ന ഗ്രാമവാസികളെയും കൂട്ടി തിരിച്ചുപോയി. വെളുപ്പിന് 3 മണിവരെ പ്രൊഫസറും സംഘവും അഞ്ജലിയെ തേടി ആ വിജനസ്ഥലിയിൽ അലഞ്ഞു നടന്നു. എല്ലാവരും നന്നേ തളർന്നിരുന്നു. ദുഃഖവും ഭീതിയും അവരെ വല്ലാതെ അലട്ടി. ഒടുവിലവർ സ്കൂളിലേക്ക് മടങ്ങി. അഞ്ജലിയെ കൂടാതെ ഞാനില്ല എന്ന് ശാഠ്യം പിടിച്ച ആനന്ദിനെ കൂട്ടുകാർ പിടിച്ചു വലിച്ചാണ് കൊണ്ടുപോയത്. സ്കൂളിൽ സഹപാഠികളെല്ലാം ഉറക്കമിളച്ച് ഇരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയവരുടെ കൂടെ അഞ്ജലിയില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് ആധി ഇരട്ടിച്ചു. അഞ്ജലിയെ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? അവളെ കൂടാതെ എങ്ങനെ തിരിച്ചു പോകും? പ്രമീളയും ശശികലയും മുറിക്കോണിൽ ചെന്നിരുന്ന് തേങ്ങി. ആരും ഉറങ്ങിയില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും എന്നൊരു ആശ്വാസം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. പ്രഭാതമുദിച്ചു. രാവിലെ തന്നെ ആൺകുട്ടികളിൽ ഒരു വിഭാഗം അഞ്ജലിയെ കാണാതായ സ്ഥലത്തേക്ക് തിരയാൻ പോയി. പ്രൊഫസറും മീരാ നായരും കൂടി മഹാദേവനെ ചെന്ന് കണ്ടു. കാണാതായ പെൺകുട്ടിയെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടെന്നും വിവരം പോലീസിൽ അറിയിക്കുകയാണ് നന്നെന്നും മഹാദേവൻ തമ്പുരാൻ ഉപദേശിച്ചു. അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്നും സമ്മതിച്ചു. അവർ പോലീസ് സ്റ്റേഷനിലെത്തി. അഞ്ജലിയെ കാണാനില്ലെന്ന് പരാതിപ്പെട്ടു. മഹാദേവന്റെ സ്വാധീനത്താൽ ഉടൻ തന്നെ പോലീസിന്റെ വക തെരച്ചിലിനും ഏർപ്പാടായി. എവിടെ നിന്നോ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് തോട് അവസാനിക്കുന്നിടത്തെ കയത്തിലും തെരച്ചിൽ നടത്തി. വൈകുന്നേരം വരെ തെരച്ചിൽ തുടർന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ആ രാത്രിയും കടന്നുപോയി. പ്രൊഫസർക്കും കുട്ടികൾക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും കിട്ടിയില്ല. പക്ഷേ അഞ്ജലിയില്ലാതെ എങ്ങനെ തിരിച്ചു പോകും? കോളേജ് അധികൃതരോട് എന്ത് സമാധാനം പറയും? മറ്റു വിദ്യാർത്ഥികളെ എങ്ങനെ അഭിമുഖീകരിക്കും? അഞ്ജലിയുടെ ബന്ധുക്കളെ എന്തു പറഞ്ഞ് സമാശ്വസിപ്പിക്കും? പക്ഷേ പോകാതിരിക്കാനും പറ്റില്ല. താമസത്തിന് സൗകര്യമോ ആവശ്യത്തിന് വസ്ത്രമോ ഇല്ല. മഹാദേവൻ തമ്പുരാനും പോലീസ് ഉദ്യോഗസ്ഥരും പ്രൊഫസറെ സമീപിച്ച് പറഞ്ഞു, നിങ്ങളിവിടെ തങ്ങുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടേറുമെന്നല്ലാതെ. അതുകൊണ്ട് കഴിവതും വേഗം നിങ്ങൾ തിരിച്ചു പോവുക. ഞങ്ങൾ ഏതായാലും ഊർജിതമായിട്ട് തന്നെ തെരച്ചിൽ തുടരും. മാത്രമല്ല, ആ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരമറിയിക്കണ്ടേ? നിങ്ങൾ അവിടെ ചെന്നിട്ട് 1-2 പേർ അവരെയും കൂട്ടി തിരിച്ചു വരിക. അതാണ് നന്ന്.
പ്രൊഫസർക്കും മീരാ നായർക്കും അറിയാമായിരുന്നു അതേയുള്ളൂ പോംവഴിയെന്ന്. രാവിലെ തന്നെ അവർ മടക്കയാത്ര ആരംഭിച്ചു. ആനന്ദ് മാത്രം അവരോടൊപ്പം പോയില്ല. അഞ്ജലി ഇല്ലാതെ താൻ പോവുകയില്ലെന്ന് അവൻ തീർത്തു പറഞ്ഞു. പോകാൻ അവനാകുമായിരുന്നില്ല. ആനന്ദിനെ മാത്രം നിർത്തിയിട്ട് പോകുന്നതിനോട് ആർക്കും യോജിപ്പില്ലായിരുന്നു. ഒടുവിൽ ജയപ്രകാശും കൂടി നിൽക്കാൻ തയ്യാറായി. കഴിയുന്നതും വേഗം അഞ്ജലിയുടെ വീട്ടുകാരോടൊപ്പം പ്രൊഫസറും മടങ്ങിയെത്തും. ബസ് ഗ്രാമം വിട്ട് അകന്നു പോയിക്കൊണ്ടിരുന്നു. ആരും സംസാരിച്ചില്ല. എല്ലാവരുടെയും ഉള്ളിൽ ഭീതിയും സങ്കടവും തളം കെട്ടി നിന്നു. അഞ്ജലിയെ ഇനി തിരിച്ചു കിട്ടുമെന്നോ, തിരിച്ചു കിട്ടിയാൽ തന്നെ അത് ജീവനോടെ ആയിരിക്കുമെന്നോ ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. അധ്യായം 4. അഞ്ജലിയെ തെരയുന്നതിൽ പോലീസ് ഉദാസീനത കാണിക്കുമെന്നായിരുന്നു ആനന്ദിന്റെ ഭയം. അഞ്ജലി അപ്രത്യക്ഷമായതിൽ മഹാദേവന് ഒരു കൈയുണ്ടെന്നും അയാൾ കരുതി. എന്നാൽ മഹാദേവനാണ് അഞ്ജലിയെ തെരയുന്നതിൽ ഏറ്റവും ശുഷ്കാന്തി കാട്ടിയത്. അയാൾ പോലീസിനെ കൂടെ അലട്ടിക്കൊണ്ടിരുന്നു. അതിനാൽ പോലീസിനും അടങ്ങിയിരിക്കുക അസാധ്യമായി. പോരെങ്കിൽ സബ് ഇൻസ്പെക്ടർ മഹാദേവന്റെ ഒരു സുഹൃത്തുമായിരുന്നു. ഇതിനെല്ലാം പുറമെ മഹാദേവൻ ഏതാനും ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി സ്വന്തം നിലയിൽ തിരച്ചിൽ നടത്തുന്നുമുണ്ടായിരുന്നു. ആനന്ദും സ്നേഹിതനും പോലീസുകാരോടൊപ്പം കൂടി. രാത്രിയോടെ അന്വേഷണം മതിയാക്കി മഹാദേവൻ മാളികയിലേക്ക് മടങ്ങിപ്പോയി. സ്കൂളിലെ ഒരു മുറിയിലാണ് ആനന്ദും ജയപ്രകാശും കിടക്കുക. രാത്രിയിൽ മുറിയിലെത്തിയപ്പോൾ ജയപ്രകാശ് പറഞ്ഞു, എനിക്കും ആ തമ്പുരാനെ സംശയമുണ്ട്. അഞ്ജലിയെ അന്വേഷിക്കുന്നതിൽ അയാൾ ഇത്ര ശുഷ്കാന്തി കാണിക്കേണ്ട കാര്യമെന്താ? കൂലിക്ക് ഡസൻ കണക്കിന് പണിക്കാരെ നിർത്തിയല്ലേ തെരച്ചില്? അതൊക്കെ പോലീസിന്റെയും നമ്മുടെയും കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യയല്ലേ? എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. മാളികയിൽ വെച്ച് അയാൾ അഞ്ജലിയെ അധിക്ഷേപിച്ചപ്പോൾ തന്നെ ആനന്ദ് പറഞ്ഞു, നമുക്കിന്ന് രാത്രി മഹാദേവന്റെ മാളികയിലൊന്ന് പോയാലോ? എന്നിട്ട് വേണം അയാൾ നമ്മളെ അപമാനിക്കാൻ. ആനന്ദ് താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. നേരെ കയറി ചെല്ലാനല്ല ഞാൻ പറഞ്ഞത്. പതുങ്ങിച്ചെന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കണം. രാത്രിയിൽ അവിടെ ആരെങ്കിലും വരികയോ പോവുകയോ ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അവിടെ നടന്നേക്കാവുന്ന വല്ല സംഭാഷണത്തിൽ നിന്നും അഞ്ജലിയെ സംബന്ധിച്ച ഒരു സൂചന കിട്ടിയാൽ മതിയല്ലോ. അതൊരു നല്ല ഐഡിയ ആണെന്ന് ആനന്ദിനും തോന്നി. മുറി അടച്ച് രണ്ടുപേരും ഇറങ്ങി. കൂരിരുട്ടാണ് വെളിയിൽ. ജയപ്രകാശിന്റെ കൈവശം ഒരു പെൺടോർച്ച് ഉണ്ട്. കാൽച്ചുവട്ടിലേക്ക് അത് തെളിച്ചുകൊണ്ട് രണ്ടുപേരും മാളികക്കെട്ടിന്റെ മതിലിനരികിലെത്തി. ഗേറ്റ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണെന്ന് കണ്ടു. മാളികയുടെ താഴത്തെ നിലയിൽ ഏതോ ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ട്. ചില്ലു ജനാലകൾ പ്രകാശിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. ഗേറ്റിന് മുകളിലൂടെ കയറി ഇറങ്ങാം, ജയപ്രകാശ് പറഞ്ഞു. ആദ്യം ജയപ്രകാശ് കയറി അപ്പുറത്തിറങ്ങി. പിന്നാലെ ആനന്ദും. അവർ നേരെയുള്ള മാർഗം വിട്ട് മതിലിനരികിലൂടെ തന്നെ നീങ്ങി മാളികയുടെ പിന്നാമ്പുറത്തെത്തി. എല്ലായിടവും ഇരുട്ട് നിറഞ്ഞിരുന്നു. രണ്ടാം നിലയിൽ എവിടെയോ ഒരു ബൾബ് തെളിഞ്ഞു. പെട്ടെന്ന് അണയുകയും ചെയ്തു. മാളികക്കെട്ടിന്റെ പിന്നാമ്പുറത്തും ഒരു നീളൻ കോലായുണ്ട്. പനം തട്ടികളിട്ട് മറച്ചിരിക്കുകയാണ്. ആനന്ദും ജയപ്രകാശും പനം തട്ടിക്ക് പിന്നിൽ ചെന്നു നിന്ന് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു. എങ്ങും ഒരനക്കവുമില്ല. ഭയാനകമായ ഒരു നിശബ്ദത. ശ്മശാനത്തിലെ നിശ്ചലതയും. അവർ പതുങ്ങി മാളികയുടെ മുൻഭാഗത്തെത്തി. പൂമുഖത്തൊന്നും വെളിച്ചമില്ല. ഹാളിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ഹാളിന് അഭിമുഖമായുള്ള മുറിയിൽ മാത്രമാണ് വെളിച്ചം. പെട്ടെന്ന് ഒരു ചവിട്ടടിയൊച്ച കേട്ടു. മരക്കോവണിയിലൂടെ ആരോ ഇറങ്ങി വരുന്നതിന്റെ നല്ല മുഴക്കമുള്ള കാലൊച്ച. അത് പ്രകാശമുള്ള മുറിയിലേക്ക് നീങ്ങുന്നതറിയാമായിരുന്നു. അല്പം കഴിഞ്ഞ് അതേപോലെ കോണിപ്പടി കയറിപ്പോകുന്ന ഒച്ചയും കേട്ടു. ഹാളിന്റെ ചാരിയിരുന്ന വാതിൽ മെല്ലെ തുറന്ന് ആനന്ദും ജയപ്രകാശും അകത്ത് കയറി. വെളിച്ചമുള്ള മുറിയുടെ വാതിലിലേക്ക് അവർ ശബ്ദമൊട്ടും ഉണ്ടാക്കാതെ നീങ്ങി. ഒരു പൂജാമുറിയായിരുന്നു അത്. പാതി ചാരിയ ഒറ്റപ്പാളിക്കിടയിലൂടെ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും എണ്ണയുടെയും ഗന്ധം ഊറി വന്നുകൊണ്ടിരുന്നു. മുറിക്കുള്ളിൽ സുഗന്ധമുള്ള പുക നിറഞ്ഞിരുന്നു. ദുർഗയുടെ നെയ് ചാർത്തി വെട്ടിത്തിളങ്ങുന്ന കറുത്ത വിഗ്രഹത്തിനു മുമ്പിൽ പൂജാ സാമഗ്രികൾക്ക് നടുവിൽ ഒരൊറ്റ മുണ്ട് മാത്രം ഉടുത്ത് ധ്യാനനിരതനായി മഹാദേവൻ തമ്പുരാൻ ഇരിക്കുന്നത് കണ്ടു. ധൂമ കലശങ്ങളിൽ നിന്ന് കുമുകുമെ പുകപടലങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. മഹാദേവൻ ഇടയ്ക്കിടെ എന്തോ മന്ത്രിക്കുന്നതും തല കുമ്പിട്ട് കുങ്കുമം വിതറിയ തറയിൽ നെറ്റിമുട്ടിച്ച് നമസ്കരിക്കുന്നതും കാണാമായിരുന്നു. ആരോഹണ അവരോഹണ ക്രമത്തിലുള്ള ആ മന്ത്രങ്ങളാവട്ടെ അസ്പഷ്ടവുമായിരുന്നു. കോണിപ്പടിയിൽ വീണ്ടും കാലൊച്ച കേട്ടു. ആരോ പൂജാമുറിയിലേക്ക് വരികയാണ്. ജയപ്രകാശും ആനന്ദും ഞെട്ടിത്തിരിഞ്ഞു. വരുന്നയാൾ തങ്ങളെ കാണുമെന്ന് തോന്നിയതിനാൽ അവർ വേഗം ഹാളിന്റെ വാതിലിനരികിലേക്ക് നീങ്ങി.
ഒരു മേശയിലോ മറ്റോ ജയപ്രകാശ് തപ്പിത്തടഞ്ഞ് ഇടിച്ചു. ഒരു ഫ്ലവർ വേഴ്സ് താഴെ വീണുടഞ്ഞു. ആരാ അത്? കോണിപ്പടിച്ചുവട്ടിൽ നിന്നൊരു സ്ത്രീ ശബ്ദം കേട്ടു. ആരാണെന്ന്? ജയപ്രകാശും ആനന്ദും ചലിക്കാതെ നിന്നു. പെട്ടെന്ന് ഹാളിൽ ലൈറ്റ് തെളിഞ്ഞു. ആനന്ദും ജയപ്രകാശും ഭയന്നുപോയി. തങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായില്ല. അച്ഛാ! മുറിയിൽ 2 പുരുഷന്മാരെ കണ്ട് ഭയന്ന് പാർവതി തമ്പുരാട്ടി ഉറക്കെ നിലവിളിച്ചു. അവളും വല്ലാതെ പേടിച്ചു പോയിരുന്നു. പൂജാമുറിയുടെ വാതിൽ പൂർണ്ണമായും തുറക്കപ്പെട്ടു. മഹാദേവൻ തമ്പുരാൻ ഹാളിലേക്ക് കടന്നതും പാർവതി തമ്പുരാട്ടി ഓടി അയാളുടെ സമീപത്തെത്തി. എന്താ മോളെ? അവൾ ഹാളിന്റെ വാതിലിനരികിലേക്ക് കൈ ചൂണ്ടി. തലതാഴ്ത്തി നിൽക്കുന്ന ജയപ്രകാശിനെയും ആനന്ദിനെയും മഹാദേവൻ തിരിച്ചറിഞ്ഞു. എന്താ നിങ്ങൾക്കിവിടെ കാര്യം? ഈ രാത്രിയിൽ നിങ്ങളെന്തിന് എന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്നു? മഹാദേവൻ ക്രോധത്തോടെ ചോദിച്ചു. 2 പേരും മൗനമായി നിന്നു. ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടെങ്കിൽ മറുപടി തന്നോളൂ. നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? വല്ലതും മോഷ്ടിക്കാനാണോ? ജയപ്രകാശ് ആനന്ദിനെ നോക്കി. മഹാദേവന്റെ കണ്ണുകളിൽ ക്രോധാഗ്നിയാളി. വേഗം പറഞ്ഞോളൂ. മോഷ്ടിക്കാനൊന്നും വന്നതല്ല ഞങ്ങൾ. അഞ്ജലിയെ തേടി വന്നതാണ്, ജയപ്രകാശ് പറഞ്ഞു. ഇവിടെയാണോ അഞ്ജലി? നിങ്ങളറിയാതെ അവൾക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് എനിക്കുറപ്പാ, ആനന്ദ് ഉറക്കെ പറഞ്ഞു. അവളെ കാണാതായതിന് പിന്നിൽ നിങ്ങളുടെ കൈകളാണുള്ളത്. നിങ്ങളാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊരു ദുർമന്ത്രവാദിയാണ്. ഓഹോ, അഞ്ജലിയെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വന്നതാണ് അല്ലേ 2 ഡിറ്റക്റ്റീവുകൾ? മഹാദേവൻ പൊട്ടിച്ചിരിച്ചു. വലിയ മംഗലത്ത് തറവാടിന്റെ കാർ പോർച്ചിൽ രഞ്ജിത്തിന്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വന്നു നിന്നു. സിറ്റൗട്ടിൽ വീട്ടിലുള്ളവരെല്ലാം കാത്തിരിക്കുകയാണ്. രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോടാ? രഞ്ജിത്ത് ബൈക്കിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ കരുണാകരൻ നമ്പ്യാർ ചോദിച്ചു. ഇല്ല, ഇതേവരെ വന്നിട്ടില്ല. കോളേജ് പ്രിൻസിപ്പലിന്റെ റൂമില് കുറെ കുട്ടികളുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഉണ്ടോ അവിടെ? ഉണ്ട്. അയാളെന്ത് പറയുന്നു? രഞ്ജിത്ത് ബൈക്ക് സ്റ്റാൻഡിൽ കയറ്റി വെച്ചു. എന്തു പറയാൻ, ചുമ്മാ കൈമലർത്തുന്നു. അല്ലെങ്കിൽ തന്നെ അയാൾക്കെന്താ ഉത്തരവാദിത്തം? അയാളെന്ത് പിഴച്ചു? ഇന്നലെ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ വല്ല അപകടം സംഭവിച്ചതാണോന്നാ എന്റെ പേടി. സുമതിക്കുട്ടിയമ്മ വേവലാതിപ്പെട്ടു. അപകടമെന്ത് വരാൻ? അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഇവിടെ ന്യൂസ് കിട്ടുകയില്ലേ? പത്രങ്ങളില്ലേ? ടെലിഫോണും മറ്റുമില്ലേ? ജയന്തൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവറ്റകൾക്ക് വരാൻ താമസിക്കുമെങ്കിൽ ഒന്ന് ടെലിഫോൺ ചെയ്യാമല്ലോ. അത് മുരളിയുടെ വകയാണ്. വീട്ടിൽ എല്ലാവരും ആശങ്കാഭരിതരാണ്. സ്റ്റഡി ടൂർ പോയ സംഘത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എത്തുമെന്ന് പറഞ്ഞിരുന്ന ദിവസവും കടന്നു പോയിരിക്കുന്നു. അഞ്ജലിയുടെ മാതാപിതാക്കളാണ് കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും. രമണിയും പ്രസീതയും രഞ്ജിത്തും അഞ്ജലിയുടെ സഹോദരങ്ങൾ. മുരളി രമണിയുടെ ഭർത്താവ്. ജയന്തൻ സുമതിക്കുട്ടിയമ്മയുടെ സഹോദരന്റെ മകൻ. എന്തെങ്കിലും കുഴപ്പമുണ്ട്, എനിക്ക് തീർച്ചയാ. ഇന്നലെ മുതൽ തുടങ്ങിയതാ എന്റെ ഉള്ളിലൊരു കത്തല്, സുമതിക്കുട്ടിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രസീത ഫോണിനരികിൽ തന്നെ ഇരിപ്പാണ്. 1 മണിക്കൂർ കൂടി കഴിഞ്ഞുപോയി. നിരത്തിലൂടെ ഒറ്റ തിരിഞ്ഞ് തീക്കണ്ണുകളുമായി വല്ലപ്പോഴും വാഹനങ്ങൾ ചീറിക്കടന്ന് പോയിക്കൊണ്ടിരുന്നു. ഒരു മിനി ബസ് വീടിന് നേർക്ക് തിരിഞ്ഞു. തുറന്നു കിടന്ന ഗേറ്റ് കടന്ന് അത് വീട്ടുമുറ്റത്തേക്ക് സാവധാനം വന്നുകൊണ്ടിരുന്നു. ഈശ്വര, അവരാണല്ലോ അത്, സുമതിക്കുട്ടിയമ്മ നെഞ്ചിൽ കൈവച്ച് ആശ്വാസത്തോടെ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. ഹാളിലായിരുന്ന പ്രസീത ഓടിയിറങ്ങി വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മയുടെ ഓരോ പേടികള്, മുരളി പറഞ്ഞു. ബസ് വന്നു നിന്നു. ആരും ഇറങ്ങുന്നില്ല. പ്രിൻസിപ്പലും പ്രൊഫസറും മുഖത്തോട് മുഖം നോക്കി. ഏതാനും വിദ്യാർത്ഥികളുമുണ്ട് അവരോടൊപ്പം. കോളേജിലെത്തിയ ഉടനെ ബാക്കിയുള്ളവരെയെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോയി. എന്താ ഇറങ്ങാത്തത് എന്ന് പിറുപിറുത്തുകൊണ്ട് സുമതിക്കുട്ടിയമ്മ ബസ്സിനരികിലേക്ക് നടന്നു. പ്രസീതയും പുറകെ ചെന്നു. കരുണാകരൻ നമ്പ്യാർ പാരപ്പറ്റിൽ പിടിച്ച് മുന്നോട്ടാഞ്ഞ് നിന്നു. പ്രൊഫസർ പത്മനാഭൻ നായർ ഡോർ തുറന്ന് ഇറങ്ങി. പുറകെ പ്രിൻസിപ്പലും. അതിനും പുറമെ വിദ്യാർത്ഥികൾ. അഞ്ജലി എന്താ ഇറങ്ങാത്തത് എന്ന് നോക്കുകയായിരുന്നു സുമതിക്കുട്ടിയമ്മ. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു. കരുണാകരൻ നമ്പ്യാരും രഞ്ജിത്തും എത്തി നോക്കി. ഇനി ബസ്സിൽ ഡ്രൈവർ മാത്രമേയുള്ളൂ. എവിടെ അഞ്ജലി? സുമതിക്കുട്ടിയമ്മ പ്രൊഫസറോട് ചോദിച്ചു. പ്രൊഫസർ ഒന്നും മിണ്ടാതെ അവരെ കടന്നുപോയി. സുമതിക്കുട്ടിയമ്മയുടെ നെഞ്ചിൽ ഒരു ഇടിവാൾ വീണു. അവർ പ്രിൻസിപ്പലിനെ നോക്കി ഭീതിയോടെ ചോദിച്ചു.
എന്റെ മോൾ എവിടെ? അഞ്ജലി. അവൾ വരും, പ്രിൻസിപ്പൽ മന്ത്രിച്ചു. അവൾ എവിടെ? അവൾക്കെന്തു പറ്റി? അവൾ എന്താ വരാഞ്ഞത്? എന്തു പറയണമെന്നറിയാതെ പ്രിൻസിപ്പൽ കുഴങ്ങി. കരുണാകരൻ നമ്പ്യാർ ഞൊടിയിടയിൽ മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒന്ന് വരൂ, പ്രൊഫസർ ദീനതയോടെ വിളിച്ചു. കരുണാകരൻ നമ്പ്യാരുടെ മുഖം വിളറി. കേൾക്കാൻ പോകുന്നത് നടക്കുന്ന വാർത്തയായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു കഴിഞ്ഞിരുന്നു. നമ്പ്യാർ പ്രൊഫസറുടെ കൈപിടിച്ചുലച്ചുകൊണ്ട് നെഞ്ചുപൊട്ടി ചോദിച്ചു, എന്റെ മകൾ എവിടെ സാർ? വേഗം പറയൂ. ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. ബഹളമുണ്ടാക്കരുത്. എന്റെ മോൾ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. നമ്പ്യാരുടെ ഒച്ച നിലവിളി പോലെ ഉയർന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. ഈശ്വര, എന്റെ മോൾക്കെന്തു പറ്റി? സുമതിക്കുട്ടിയമ്മ ഉച്ചത്തിൽ വിലപിച്ചു. രഞ്ജിത്തും ജയന്തനും ചുറ്റും നിൽക്കുന്നവരെ പകച്ചു നോക്കി. ക്ഷമിക്കണം, അവളെ നഷ്ടപ്പെട്ടു. യാത്രക്കിടയിൽ അവൾ മിസ്സായി. പ്രൊഫസർ വലിയ വിഷമത്തോടെ അറിയിച്ചു. തുടരും.